സീൻ മാറ്റുമെന്ന് ചുമ്മാതങ്ങ് പറഞ്ഞു പോകാതെ ശരിക്കും മലയാള സിനിമ മൊത്തത്തിലങ്ങ് മാറിയ വർഷമാണ് 2024. മറ്റ് ഇൻഡസ്ട്രികളെല്ലാം സൂപ്പർ താരങ്ങൾക്കും സൂപ്പർ ഹിറ്റുകൾക്കും കോടി ക്ലബ്ബുകൾക്കും പിന്നാലെ ഓടിക്കിതച്ചപ്പോൾ താരമൂല്യം ഒന്നും വേണ്ട സിനിമ ഹിറ്റാവാനെന്ന് മോളിവുഡ് തെളിയിച്ച വർഷം കൂടിയാണ് 2024. ആവേശം തീർക്കുന്നതായിരുന്നു ഈ വർഷത്തെ മലയാള സിനിമയിലെ വിശേഷങ്ങൾ. ഒന്നോ രണ്ടോ റിലീസ് കോടി ക്ലബ്ബിൽ എത്തുകയും പിന്നീട് നിരത്തി ഫ്ലോപ്പുകൾ എത്തുകയും ചെയ്യുന്ന ഗതിയിൽ നിന്നും അടുപ്പിച്ചടുപ്പിച്ചാണ് പടങ്ങൾ ഹിറ്റടിക്കുകയും ലോകം മുഴുക്കെ കത്തിക്കയറുകയും ചെയ്തത്. താരമൂല്യമുള്ള നടന്മാർക്കും നടിമാർക്കും മാത്രമേ സിനിമകൾ വിജയിപ്പിച്ച് ബോക്സ് ഓഫീസിൽ കോടികൾ നേടാനാവൂ എന്ന അലിഖിത നിയമമാണ് മലയാള സിനിമയിൽ ഈ വർഷം തകർക്കപ്പെട്ടത്. സൂപ്പർ സ്റ്റാറുകൾക്ക് മുകളിലായിരുന്നു പല യുവതാരങ്ങളുടെയും പെർഫോമൻസുകളും ബോക്സ് ഓഫീസ് വിജയങ്ങളും. മലയാള സിനിമയുടെ റെക്കോർഡുകൾ അടക്കം മാറ്റി എഴുതിയായിരുന്നു പിള്ളേരുടെ പോക്ക്. അതിൽ പ്രമുഖരായിരുന്നു നസ്ലിൻ ഗഫൂറും അനശ്വര രാജനും മമിത ബൈജുവും അടങ്ങിയ യുവനിര. ഈ യങ് ഗ്യാങ് ഈ വർഷം മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. ജൂനിയർ ആർട്ടിസ്റ്റുകളായി വന്ന് തുച്ഛമായ തുകയ്ക്ക് അഭിനയിച്ചു തുടങ്ങിയ ഇവരെല്ലാം ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള അഭിനേതാക്കളുടെ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. ഈ വർഷത്തെ ഹിറ്റിന് തുടക്കം കുറിച്ചത് അനശ്വര രാജനായിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം അനശ്വര ഭാഗമായ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ വാരിയത് കോടികളാണ്. കഴിഞ്ഞ വർഷാവസാനം റിലീസിനെത്തിയ നേരായിരുന്നു അനശ്വരയുടെ ടേണിംഗ് പോയിന്റ്. സാറ എന്ന അന്ധയായ പെൺകുട്ടിയായി അനശ്വര മാറിയത് മോഹൻലാൽ എന്ന മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറിനൊപ്പം തന്നെ നിൽക്കുന്ന പ്രകടനത്തോടെയാണ്. നേരിൻ്റെ ആ തിളക്കം മങ്ങും മുമ്പേ തന്നെ അബ്രഹാം ഓസ്ലറും എത്തി. സിനിമയിലെ പാട്ടും സുജയായിട്ടുള്ള അനശ്വരയുടെ പ്രകടനവും പ്രശംസിക്കപ്പെട്ടു. മുഴുനീള വേഷം ആയിരുന്നില്ലെങ്കിൽ പോലും മലയാളി ഫ്രം ഇന്ത്യയിലും അനശ്വര ഭാഗമായി. പുറകെ ഗുരുവായൂർ അമ്പലനടയിലും ഇറങ്ങിയതോടെ കോമഡിയിലും തൻ്റെ പ്രാഗൽഭ്യം അനശ്വര തെളിയിച്ചു. 2025 വമ്പൻ ലൈനപ്പാണ് അനശ്വരയ്ക്കുള്ളത്. ആസിഫ് അലിക്കൊപ്പമുള്ള രേഖാചിത്രവും സജിൻ ഗോപുവിനൊപ്പമുള്ള പൈങ്കിളിയും വർഷമാദ്യം റിലീസിനെത്തും. ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് താരപദവിയിലേക്ക് എത്തിയ യുവനടനാണ് നസ്ലൻ. മധുരരാജ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമാ ജീവിതം തുടങ്ങിയ നസ്ലന് മലയാള സിനിമ ഇന്ന് നൽകുന്ന താരസ്വീകരണം ചെറുതല്ല. വ്യത്യസ്തമായ ഡയലോഗ് ഡെലിവറിയും മാനറിസങ്ങളും കൊണ്ട് തണ്ണീർമത്തൻ ദിനങ്ങൾ മുതലാണ് നസ്ലൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ഈ വർഷം ഫെബ്രുവരിയിലെത്തിയ പ്രേമലുവിലൂടെ സോളോ നായകനായി സിനിമ വിജയിപ്പിക്കാൻ നസ്ലനായി. 100 കോടി ക്ലബും കടന്നാണ് യുവതാരങ്ങൾ അണിനിരുന്ന പ്രേമലു ബോക്സ് ഓഫീസിൽ കുതിച്ചത്. മലയാളത്തിൽ മാത്രമല്ല തെലുങ്ക്, തമിഴ് അടക്കമുള്ള ഭാഷകളിലും സിനിമ വൻ വിജയമായിരുന്നു. നാച്ചുറൽ ആക്ടിങ്ങും കോമഡി ടൈമിങ്ങും തന്നെയായിരുന്നു മറ്റുള്ള യുവനായകന്മാരിൽ നിന്ന് നെസ്ലനെ വ്യത്യസ്തനാക്കുന്നത്. പ്രേമലുവോടെ നെസ്ലൻ ഉണ്ടെങ്കിൽ സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കാമെന്ന ധൈര്യം മലയാളി പ്രേക്ഷകർക്കുണ്ടായി. ഭാവി മലയാള സിനിമയുടെ താരോദയമാണ് പ്രേമലുവിലൂടെ സംഭവിച്ചതെന്ന് ആരാധകർ സംശയിക്കാതെ പറഞ്ഞു. അയാം കാതലിനാണ് ഈ വർഷം റിലീസിനെത്തിയ നെസ്ലൻ്റെ മറ്റൊരു സിനിമ. പക്ഷേ കാലം തെറ്റിയെത്തിയ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ ഒരുക്കുന്ന ആലപ്പുഴ ജിംഖാനയിലെ ബോക്സർ വേഷത്തിനാണ് ആരാധകർ ഇനി കാത്തിരിക്കുന്നത്. 2022 സൂപ്പർ ശരണ്യയിൽ നായികയായ അനശ്വര രാജനെ സൈഡാക്കി പെർഫോമൻസിൽ സ്കോർ ചെയ്ത സോനാരെ അഥവാ മമിത ബൈജുവാണ് മോളിവുഡിലെ ഈ വർഷത്തെ മറ്റൊരു താരോദയം. പ്രണയവിലാസം മുതലാണ് നായിക വേഷങ്ങളിൽ മമിത ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയതെങ്കിലും പ്രേമലു എന്ന ഒറ്റ സിനിമ കൊണ്ടാണ് മലയാളത്തിലെ പുതു ജനറേഷൻ നായികമാരുടെ പട്ടികയിലേക്ക് മമിത ഉയർന്നത്. നെസ്ലൻ എന്ന പോലെ മമിതയ്ക്കും പ്രേമലുവിൻ്റെ വിജയത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത പങ്കുണ്ട്. പ്രേമലുവിൻ്റെ റിലീസിന് ശേഷം മമിത തെന്നിന്ത്യയിലാകെ തരംഗമായി. അടുത്ത വർഷം എത്തുന്ന വിജയ് സിനിമ ദളപതി 69ലും പ്രധാന വേഷത്തിൽ മമിതയുണ്ട്. ഇവരെ കൂടാതെ സിനിമ വളരെ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് തെളിയിച്ചുകൊണ്ട് ഒരുപിടി യുവതാരങ്ങളെ കൂടി മോളിവുഡിന് കിട്ടിയ വർഷമാണ് കടന്നുപോകുന്നത്. വരാനിരിക്കുന്നതും ഈ യുവനിരയുടെ ആഘോഷങ്ങളാണ്. ഇത് അവരുടെ കാലമല്ലേ എന്നാണ് പ്രേക്ഷകരും പറയുന്നത്.